നാഷണൽ അവാർഡ് ഉറപ്പാണ്. നാഷണൽ അവാർഡ് കിട്ടണം, അല്ലാതെ ഒന്നും കാണാതെ ചിലവർക്കൊക്കെ ഇപ്പൊ ഈ ഇടയ്ക്കൊക്കെ നാഷണൽ അവാർഡ് കൊടുത്തല്ലേ. ഇന്റർനാഷണൽ സാധനം എന്ന് പറഞ്ഞാൽ ഓസ്കാർ ഉറപ്പായി. അഭിമാനപൂർവ്വം പറയാൻ സാധിക്കുന്ന ഒരു കാര്യം, ഒരു അബ്സല്യൂട്ട് സീറോ കോംപ്രമൈസ് സിനിമയാണ്. ഒരു മൊമെന്റ് പോലും ഞങ്ങൾ ആരും അതങ്ങനെ മതി എന്ന് വിചാരിച്ചിട്ടില്ല. ഒരു നാഷണൽ അവാർഡെങ്കിലും കൊടുത്തില്ലേ പിന്നെ അവാർഡ് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പൃഥ്വിരാജിന് നാഷണൽ അവാർഡ് എന്തായാലും ഇതിന് കിട്ടിയില്ലെങ്കിൽ പിന്നെ വേറെ തന്നെ കിട്ടുമെന്നാണ് എന്റെ പേടി. എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും ഇപ്പോൾ ഒരാൾ എന്നോട് ചോദിക്കുകയാണ്, വാട്ട് ഡസ് ഇറ്റ് റിയലി മീൻ ടു ബി ആൻ ആക്ടർ? എനിക്ക് തിരിച്ച് പറയാനുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ ആടുജീവിതമാണ്. ഇത് സ്റ്റേറ്റ് അവാർഡ്, നാഷണൽ അവാർഡ്, എല്ലാ അവാർഡും തൂത്തുവാരാൻ പോകുന്ന പടമാണ് ഫോർ ഷുവർ, 100%. 54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തിൽ തിളങ്ങി ആടുജീവിതം. മികച്ച നടനും സംവിധായകനും ഉൾപ്പെടെ 9 പുരസ്കാരങ്ങളാണ് ആടുജീവിതം നേടിയത്. ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് വേണമെങ്കിൽ ചെയ്യാമായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ മുഖത്തിലേക്ക് എത്താമായിരിക്കാം. ബ്ലസി പറഞ്ഞത് അപ്പം നമ്മൾ വിചാരിച്ചോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വെച്ച് ചെയ്യും, പക്ഷേ പൃഥ്വിരാജ് അല്ലെങ്കിൽ ഈ സിനിമ ഇല്ല. അതിൽ ഏറ്റവും വലിയ സന്തോഷം, ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേക്ഷകർ ആ സിനിമ റിലീസായ സമയത്ത് അതിനെ ഇത്രയും സ്നേഹം അതിന് തന്നു. അതിനുശേഷമാണ് ഈ അംഗീകാരങ്ങളെല്ലാം തേടിയെത്തുന്നത് എന്നുള്ളതിലാണ്. ഈ ഒരു ജേർണിക്കിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ അതിന് വലിയൊരു സമർപ്പണം ആവശ്യമാണ്, ഡെഡിക്കേഷൻ ആവശ്യമാണ്. ആ ഡെഡിക്കേഷൻ ഞാൻ രാജുവിൽ കണ്ടതാണ്. വേറെ ആര് ചെയ്താലും നമുക്ക് ചിലപ്പോൾ അത് നജീവായിട്ട് തോന്നൂല. എല്ലാരും പൃഥ്വിരാജ് അല്ലല്ലോ, എല്ലാവർക്കും അങ്ങനെ ആവാനും പറ്റൂലല്ലോ. അത് വേറൊരു മനുഷ്യനാണ്, അത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന മനുഷ്യനാണ്. ചേട്ടനോട് വന്നിട്ട് എത്ര കാലമായി? അങ്ങേരെടുത്ത എഫേർട്ട്, അങ്ങേര് ഈ സിനിമക്ക് കൊടുത്തിരിക്കുന്ന ലൈഫ്, അതായത് ജീവൻ, അതാണ് സിനിമയുടെ ടോട്ടൽ സംഭവം. ഒയ്യോ, നമുക്ക് ചില സമയങ്ങളിൽ സങ്കടം വരും. നജീബിനെ ഓർത്തിട്ടല്ല, പൃഥ്വിരാജിനെ ഓർത്തിട്ട് പലപ്പോഴും സങ്കടം വരും. കാരണം ആ എടുത്തിരിക്കുന്ന ഒരു എഫേർട്ട് ഓർക്കുന്ന സമയത്ത് ഈ ഒരു ചിത്രത്തിലെ അഭിനയത്തിന് അദ്ദേഹത്തെ തേടി അംഗീകാരങ്ങൾ വന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു വലിയ നീതികേടായി പോകും. നാം അനുഭവിക്കാത്തതൊക്കെ നമുക്ക് വെറും കെട്ടുകഥകളാണ്.